ഹായ് ഡിയർ. നിങ്ങൾക്ക് ഉത്കണ്ഠ ഉള്ളതായിട്ടാണ് മനസ്സിലാകുന്നത്. അതായത് നിങ്ങളുടെ ജോലിയിൽ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സാമ്പത്തികത്തിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉത്കണ്ഠയുള്ളതായിട്ട്. ജോലിഭാരം ഉണ്ടായിരിക്കാം, അവിടെ ചലഞ്ചസ് ഉണ്ടായിരിക്കാം. അതിലൊക്കെ നിങ്ങൾക്ക് ഒരു ഉത്കണ്ഠയാണ്. നിങ്ങൾക്കതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളത്. അവിടെ ആ ഒരു ചലഞ്ചിനെ നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുക. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ സാമ്പത്തികത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടൊരവസ്ഥയായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സാലറി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ അവിടെ എന്താണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കഴിയുക, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്സ് നടത്തുക. നമ്മൾ ടെൻഷൻ അടിച്ച് കുറേ കൂടി ആരോഗ്യം വീക്കാക്കാതിരിക്കുക. ആരോഗ്യം ഉണ്ടെങ്കിലാണ് അല്ലേ നമുക്ക് വർക്ക് ചെയ്യാനാവുള്ളൂ, സമ്പാദിക്കാനാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിലൊന്ന് കാമാക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, മെഡിറ്റേഷൻസ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ കാര്യങ്ങളിൽ ഏർപ്പെടുക. നിങ്ങളെ ഒന്ന് കാമാക്കാൻ കഴിയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അത്തരത്തിലൊന്ന് കാമാക്കി കൊണ്ടുവന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ മറ്റു ചിലർക്ക് ബന്ധങ്ങളിലായിരിക്കാം പ്രശ്നം. അവിടെ നിങ്ങൾക്ക് ഉത്കണ്ഠയായിരിക്കാം. ആ ഒരു ബന്ധത്തിൽ എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ എന്താണ് അവിടെ ഒരു അടുത്തൊരു സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്താണ് നിങ്ങളുടെ പ്രശ്നം, അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള സഹായം തേടുക. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് സൊല്യൂഷനുണ്ട്. നിങ്ങൾ ഒരുപാട് വിഷമിച്ച് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആരോഗ്യമൊക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയും നിങ്ങൾ കാമായിട്ട് ഈ ഒരു ചലഞ്ചസിനെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ ഗൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.